നമസ്കാരം. താരാരാധന അത് തമിഴ് ജനതയുടെ രക്തത്തിലുള്ളതാണ്. രാഷ്ട്രീയ നേതാവോ സിനിമാ താരമോ ആകട്ടെ, അവർ സ്നേഹിച്ചാൽ ചങ്കു പറിച്ചു കൊടുക്കും. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശവസംസ്കാര ചടങ്ങ് ഒരു തമിഴ്നാട് മുഖ്യമന്ത്രിയുടേതായിരുന്നു. 1969 1.5 കോടി ജനങ്ങൾ പങ്കെടുത്തെന്ന പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ CN അണ്ണാദുരൈയുടേത്. മരണവാർത്തയറിഞ്ഞ് 70 പേർ ആത്മഹത്യ ചെയ്തു. അന്ന് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ജനതാ എക്സ്പ്രസിന്റെ മുകളിലിരുന്ന് യാത്ര ചെയ്ത് 28 പേർ കോറിഡോർ പാലത്തിൽ തട്ടി മരണമടഞ്ഞു. സമാനമായ സംഭവങ്ങളാണ് MGRന്റെ മരണസമയത്തും തമിഴ്നാട്ടിലുണ്ടായത്. ദുഃഖം താങ്ങാനാവാതെ ചിലർ കൈത്തണ്ടയിൽ ഞരമ്പ് മുറിച്ചു, വിരലുകൾ മുറിച്ചു, വിഷം കുടിച്ചു, ചിലർ നാവർത്തു. 30 പേരാണ് അന്ന് ജീവനൊടുക്കിയത്. ജയലളിതയുടെയും കരുണാനിധിയുടെയും മരണസമയത്തും ഇത്തരത്തിൽ നിരവധി പേർ ജീവനൊടുക്കി. അതിവൈകാരികമായി മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു ജനതയാണ് തമിഴ് മക്കൾ. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അമ്പലം പണിയുന്നു, താരങ്ങളുടെ കട്ടൗട്ടുകളിൽ പാലഭിഷേകം നടത്തുന്ന ജനത. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി രാഷ്ട്രീയവും സിനിമയും ഇഴചേർന്ന് കിടക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഭൂമിയാണ് തമിഴ്നാട്. അവിടെ ചലച്ചിത്ര താരങ്ങൾ ഒരു കട്ട് സ്റ്റാറ്റസ് നേടുന്നതും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും ആൾക്കൂട്ടം സൃഷ്ടിക്കുന്നതും ജനമനസ്സിൽ ഒരു നേതാവായി അവരുടെ രക്ഷകനായി ചിരപ്രതിഷ്ഠ നേടുന്നതും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ശീലവുമല്ല. കാരണം സിനിമ അവർക്ക് വെറുമൊരു വിനോദോപാധി ആയിരുന്നില്ല. 1960-70കളിലെ കൊടും പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന പാരലൽ വേൾഡ് ആയിരുന്നു അവർക്ക് സിനിമ. തങ്ങളിൽ ഒരുവനെന്ന് തോന്നുന്ന നായകൻ യഥാർത്ഥ ജീവിതത്തിൽ തങ്ങൾക്ക് ചെയ്യാനാകാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ ചെയ്യുന്നത് കണ്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ആനന്ദം, അതായിരുന്നു ആ വീരാധനയുടെ പിന്നിലെ മനഃശാസ്ത്രം. അതവർ തലമുറകളിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്താതിരുന്നവരുടെ ആശ്വാസ കേന്ദ്രമായി MGR സിനിമകൾ മാറുന്നത് അങ്ങനെയാണ്. അതേ നായകൻ പിന്നീട് യഥാർത്ഥ ജീവിതത്തിൽ രാഷ്ട്രീയത്തിലൂടെ തങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങിയപ്പോൾ ഇരു കൈയും നീട്ടി അവർ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ടാണ്. 50കളുടെ അവസാനത്തിലാണ് MGRും ശിവാജിയും സ്ക്രീനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അണ്ണാദുരൈയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കൊടിക്കീഴിൽ ഇടം കണ്ടെത്തിയ MGR 50ാം വയസ്സിൽ നിയമസഭയിലെത്തി. പിന്നീട് 70കളുടെ തുടക്കത്തിലാണ് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടി രൂപവൽക്കരിക്കുന്നതും കഴുത്തിൽ തുളച്ചു കയറ്റിയ ഒരു വെടിയുണ്ട വഴി അധികാരത്തിലെത്തുന്നതും. നേറ്റോ ഇൻട്രോ നാളെ ഇതേഗനി ഇൻട്രോ പോൽ എൻട്രും വഴികെ എന്നീ സിനിമകൾക്കും ആ യാത്രയിൽ നല്ലൊരു പങ്കുണ്ട്. ശിവാജിയും ഈ സമയം മറ്റൊരു വഴിയിലൂടെ രാഷ്ട്രീയ ഭൂമികയിൽ തന്റേതായ സ്ഥാനമുറപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും MGRനോളം സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ല ആ രംഗപ്രവേശം. 1977-78 കാലഘട്ടം എടുത്തു നോക്കിയാൽ നാഷണൽ സാമ്പിൾ സർവേ പ്രകാരം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. കൊടും പട്ടിണി, തൊഴിലില്ലായ്മ, പഠിച്ചവർ തൊഴിൽ തേടി ഇന്ത്യ വിടുന്നു. ആ സമയത്താണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി MGR അധികാരമേൽക്കുന്നത്. കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സ്കൂളിന് മുന്നിൽ ഐസ് വെച്ചിരുന്ന ഒരു കുട്ടിക്കാലമുള്ള MGR താൻ പട്ടിണി കിടന്ന വയർക്ക് സ്വന്തക്കാരൻ എന്ന് പറഞ്ഞ് ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴക മനസ്സ് കവരുകയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികളിലൂടെയും അരച്ചാർ വയറിന്റെ വിശപ്പ് മാറ്റി. തമിഴ്നാട്ടിലെ ദരിദ്രർക്ക് MGR എന്ന 3 അക്ഷരം ഒരു മാജിക് മന്ത്രമായിരുന്നു. ആ ജനതയ്ക്ക് പിന്നെ എന്ത് വേണം? അവർക്കയാൾ ദൈവമായിരുന്നു. MGRന്റെ മരണവാർത്ത നൽകിയ ശൂന്യത മറികടക്കാനാവാതെ ജീവനൊടുക്കിയത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ 30 പേരാണ്. MGR ഇല്ലാത്ത ജീവിതത്തെക്കാൾ നല്ലത് മരണമാണെന്ന് തെരഞ്ഞെടുപ്പ്. ഒരിക്കൽ ജീവിക്കാനുള്ള പ്രത്യക്ഷ നൽകിയ ഒരാൾ അവർക്കിടയിൽ ഇനിയില്ലെന്നത് ഉൾക്കൊള്ളാൻ ആ സമൂഹത്തിന് സാധിച്ചില്ല. സിനിമയിൽ മികച്ച ഫാൻ ബേസ് ഉണ്ടാക്കി പതിയെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, അവിടെയും പെണ്ണിക്കൊടി പാറിക്കുക, തമിഴ് രാഷ്ട്രീയത്തിൽ അതൊരു വിജയ ഫോർമുലയായി മാറുകയായിരുന്നു. ഓരോ പൊങ്കലിനും റിലീസ് ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് മൂവി പോലെ ഓരോ തെരഞ്ഞെടുപ്പിലും താരസ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പിറന്നു. MGR തെളിയിച്ചതാണ് ജനമനസ്സിലേക്കുള്ള വഴിയെന്ന് മനസ്സിലാക്കിയ മറ്റൊരാളായിരുന്നു ജയലളിത. 2011 മുതൽ അമ്മ എന്ന ബ്രാൻഡ് ജനമനസ്സിൽ ഉറപ്പിക്കാൻ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ തന്നെയാണ് അവരും ആശ്രയിച്ചത്. അമ്മ ക്യാൻറ്റീൻ, അമ്മ സോട്ട്, അമ്മ ഫാർമസി, അമ്മ സിമന്റ്, അമ്മ കുടിവെള്ളം. പാവപ്പെട്ടവർക്ക് നല്ല രീതിയിൽ വിവാഹം നടത്തുന്നതിനായി AC ഉള്ള അമ്മ വിവാഹ ഹാളുകൾ വരെ ജയലളിത പടുതുയർത്തി.
ജൈവികമെന്ന് തോന്നിയേക്കാവുന്ന നീക്കങ്ങളിലൂടെയാണ് MGR ജനങ്ങളുടെ ഹൃദയം കവർന്നതെങ്കിൽ ജയലളിത സ്വീകരിച്ചത് അല്പം പ്ലാൻഡായി ചെയ്ത പൊളിറ്റിക്കൽ ഗിമ്മിക്കാണെന്ന് വേണമെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് വിമർശിക്കാം. പക്ഷേ ആ പദ്ധതികളെ നെഞ്ചിലേറ്റിയവരാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ മുതൽ ആ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചത്. മരണവാർത്തയറിഞ്ഞും അവർ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. മരണവാർത്തയറിഞ്ഞ ഞെട്ടലിൽ 100 കണക്കിന് ആളുകൾ മരിച്ചതായാണ് അന്ന് AIADMK അവകാശപ്പെട്ടത്. ചിലർ ആത്മഹത്യ ചെയ്തു, ചിലർ ഹൃദയാഘാതം വന്ന് മരിച്ചു. ജയലളിതയുടെ മരണശേഷം കലങ്കി മറിഞ്ഞ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പിന്നെ എത്തിയത് രജനീകാന്തും കമൽഹാസനുമായിരുന്നു. ഇരുവരുടെയും രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രിയെ MGRുമായും ശിവാജി ഗണേശുമായും താരതമ്യം ചെയ്തവരുണ്ട്. MGRനെ പോലൊരു ഫാൻ ബേസ് രജനിക്ക് ഉണ്ടായിരുന്നതിനാൽ തന്നെ അടുത്ത MGR രജനിയാണെന്ന് പലരും ഉറപ്പിക്കുക വരെ ചെയ്തെങ്കിലും ഒരു ആശുപത്രി വാസത്തോടെ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് രജനി പ്രഖ്യാപിച്ചു. കമൽഹാസനാകട്ടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായില്ല. ഇതിനിടയിലാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശം എന്ന അഭ്യൂഹം പരക്കുന്നത്. മെർസൽ, സർക്കാർ എന്നീ ചിത്രങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചതോടെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് എന്ന തോന്നൽ ശക്തമായി. പിന്നെ ആ മാസ് എൻട്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു തമിഴകം. ഒടുവിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അരങ്ങേറ്റ ചിത്രമായ വെട്രിയുടെ പേരുൾപ്പെടുത്തി തമിഴ വെട്രി കഴകം എന്ന പാർട്ടി പ്രഖ്യാപനത്തിലൂടെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് കിടൽ എൻട്രി തന്നെ നടത്തി. റിസർവ്ഡായ വിജയ് രാഷ്ട്രീയത്തിൽ ശോഭിക്കുമോ എന്ന ചോദ്യത്തിന് സമ്മേളനങ്ങളിലെ മാസ് ഡയലോഗുകളിലൂടെയായിരുന്നു അയാൾ ഉത്തരം നൽകിയത്. DMKയെ കടന്നാക്രമിച്ചു. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ വലിച്ചു കീറി. പെരിയാറിനെയും അണ്ണാദുരയെയും മുറുകെ പിടിച്ചു. സ്വാഭാവികമായും വീരാരാധന രക്തത്തിലുള്ള തമിഴ് മക്കൾ ഇളകി. രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻ ക്ലബ്ബുകൾ ഉള്ളത് വിജയ്ക്കാണ്. അയാൾ പോകുന്നിടത്തെല്ലാം ജനം തടിച്ചുകൂടി. വിജയ് എന്ന നടനെ കാണാനെത്തിയ ജനക്കൂട്ടത്തിനൊപ്പം പതിയെ അയാളുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരും അണിചേർന്നു. ജില്ലാതല പര്യടനങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ MGRനെ പോലെ ജനങ്ങളുടെ പൾസ് അറിയുന്ന ഒരു രാഷ്ട്രീയക്കാരനായി അയാൾ പരുവപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് കടുത്ത ചൂടിൽ താഴദർശനത്തിനായി മണിക്കൂറുകളോളം കാത്തുനിന്ന ഒരാൾക്കൂട്ടത്തിന് നേർക്ക് വരും വരായികളെ പറ്റി ആലോചിക്കാതെ അയാൾ വെള്ളക്കുപ്പി എറിഞ്ഞു കൊടുത്തത്. ദുരന്തമുണ്ടായപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നതിന് പകരം ചെന്നൈയിലേക്ക് വിമാനം കയറിയത്. അവിടെയാണ് രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനും തമ്മിലുള്ള വേർതിരിവ് വെളിവാക്കുന്നത്. താരാരാധന അതിവൈകാരികമാകുമ്പോൾ അതിന് നൽകേണ്ടി വരുന്ന വില ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടത് ജനങ്ങളാണ്. ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ അനീതിക്കെതിരായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായോ യുദ്ധവിരുദ്ധ പ്രകടനത്തിന്റെ ഭാഗമായോ അഴിമതിക്കെതിരെയോ തൊഴിലില്ലായ്മയ്ക്കെതിരെയോ ഒന്നും നടത്തിയ ഒരു പ്രകടനത്തിന്റെ ഭാഗമായല്ല മനുഷ്യർക്ക് കഴിയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കണക്കാക്കുന്ന ആൾക്കൂട്ട ശക്തി പ്രകടനത്തിന്റെ ഭാഗമായും താരാരാധനയുടെ ഭാഗമായുമാണ്. ചിന്തിക്കേണ്ടത് ജനങ്ങളാണ്.